പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഓർപ്പിക്കുക. തിരുവെഴുത്തുകളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. തിരുവെഴുത്തുകളെ എപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള അർത്ഥം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കഴിഞ്ഞ ലൈവിൽ ഒരുപാട് പേർ എന്നോട് പറഞ്ഞൊരു കാര്യം, അയ്യോ ബ്രദറെ, നിങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതെൻ്റെ തെറ്റല്ല. ഞാൻ എടുക്കുന്നത് മൊത്തം സ്പിരിറ്റ് ലെവലിലുള്ള കാര്യങ്ങളാണ്, ആത്മാ ലെവലിലുള്ള കാര്യങ്ങളാണ്. അത് സാധാ ഒരു വ്യക്തിക്ക് കേട്ടാൽ അത് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ ജീവനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വ്യക്തമായൊരു സംഭവം എടുത്തു. അതൊരു ബേസിക്കാണ് എടുത്തു പോയത്. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം നിങ്ങൾ ജഡത്തിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് സ്പിരിറ്റിൽ, ഞാനും ഒരു കാലത്ത് ഇങ്ങനെയുള്ള മെസ്സേജിൻ്റെ പുറകെ പോയിട്ട് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വെള്ളത്താലും ജനിക്കണം, ആത്മാവിനാലും ജനിക്കണം. വെള്ളത്തിൽ ജനിച്ചാൽ ആത്മാവിൽ ജനിച്ച ക്വാളിറ്റി കിട്ടത്തില്ല, ആത്മാവിൽ ജനിച്ചാൽ വെള്ളത്തിൽ ജീവിച്ച ക്വാളിറ്റിയും കിട്ടത്തില്ല. അപ്പോൾ വെള്ളത്തിലാണ് നമ്മൾ ആദ്യം ജനിക്കുന്നത്, രണ്ടാമത് ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാനിന്നും നിങ്ങളുടെ അടുക്കൽ ഒരു തിരുവെഴുത്തിലെ ഒരു ലൈവുമായിട്ട് വന്നത് അതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് സംസാരിക്കണം. നമ്മളെല്ലാവരും തിരുവെഴുത്തുകളെ വായിക്കാറുണ്ട്, തിരുവെഴുത്തുകളെ പഠിക്കാറുണ്ട്, തിരുവെഴുത്തുകളെ ചിന്തിക്കാറുണ്ട്. ബൈബിളൊക്കെ വായിക്കാറുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. എന്നെക്കാളും അധികം വായിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ തിരുവെഴുത്തുകളെല്ലാം വായിച്ചിട്ട് ഇതിനകത്ത് ഈ തിരുവെഴുത്തിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്കിന്ന് വരെയും കിട്ടിയിട്ടില്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവിതം മുഴുവനും യാഗമായി തന്ന ഒരു സ്നേഹമാണ് നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിന് വേണ്ടി എന്ത് ത്യാഗമാണ് സഹിച്ചത്? ഞാൻ തിരിച്ചു ചോദിക്കുക, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെടുത്തിയത്? എന്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എൻ്റെ കുടുംബം നഷ്ടപ്പെടുത്തി, എൻ്റെ അങ്ങനെ നഷ്ടപ്പെടുത്തി, എൻ്റെ ലൈഫ് നഷ്ടപ്പെടുത്തി, എൻ്റെ ജീവിതത്തിലെ കരിയർ, ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിന് വേണ്ടി, പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു ലൈഫ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ ലൈവ് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ തീരുമാനമെടുക്കണം. കർത്താവെ, അങ്ങേക്ക് വേണ്ടി എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം ഞാൻ തരികയാണ്. നമുക്ക് ദൈവത്തിൽ നിന്ന് എല്ലാം വേണം, പക്ഷേ ദൈവം എല്ലാം കൊടുക്കാനും തയ്യാറാണ്. പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. നമ്മളിപ്പോൾ ഒരു വാക്യം ഞാൻ വായിക്കുക. ആ വാക്യം നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന രീതിയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രീതിയും വ്യത്യാസമാണ്. ഉദാഹരണത്തിന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം, അതിന് 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിരുത്തുകയും ചെയ്തു. നമ്മൾ വായിച്ചു വിടാൻ എളുപ്പമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ എത്രയപ്പോൾ വായിച്ചു വിട്ടു. പക്ഷേ ഈ വാക്യത്തിൻ്റെ ആഴം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലത്തിൽ കാണിക്കേണ്ടത്. ശരി, ഞാൻ വായിച്ചു. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിരുത്തുകയും ചെയ്തു. നിസ്സാരമായിട്ട് വായിച്ചു വിടാം. പക്ഷേ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്ന സിംഹാസനത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ, ദൈവം നമ്മളെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ആത്മജന്മം അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിരുത്തുകയും ചെയ്തു. സ്വർഗ്ഗത്തിരുത്തി എന്നല്ല അവിടെ എഴുതിക്കുന്നത്. അതിൽ ഞാൻ ഒറിജിനൽ ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ
ഇങ്ങനെയാണ് എഴുതിക്കുന്നത്, ഹി സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഇൻ ടു ക്രൈസ്റ്റ്. വേറെ ഭാഗത്തേക്ക് ഇൻ ടു ക്രൈസ്റ്റ്. ഈ സീറ്റഡ് ഈ ഇരുത്തുക എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഒരു ആളെ റെസ്റ്റിംഗ് പീരീഡാണ്. ഞാൻ അതിലേക്കും കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ ഇരുത്തിയിരിക്കുന്നു. എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? ത്രോണിലാണ്. ഒരു മനുഷ്യൻ ഇരിക്കുന്നത് ത്രോണിലാണ്. അയാൾ റെസ്റ്റ് എടുക്കുകയാണ്. ആ കസാരയിൽ ആൾ വരും വരെ ആ കസാരയ്ക്ക് വാല്യൂ ഇല്ല. ആൾ വന്നു കഴിഞ്ഞാൽ ആ കസാരയ്ക്ക് വാല്യൂ ഉള്ളൂ. ആ ഇരുത്തിയിരിക്കുന്ന സിംഹാസനം എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന നീതിയുടെ സിംഹാസനം. ആ ഇരുത്തിയിരിക്കുന്ന സിംഹാസനം സകല പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കും ഭയമുള്ള സിംഹാസനം, സകല ജീവജാലങ്ങളുടെയും നിയന്ത്രിക്കുന്ന സിംഹാസനം, സകല ആധിപത്യത്തിൻ്റെയും ഉറവിടമായ സിംഹാസനം. മരണത്തിൻ്റെ ഇന്ന് ലോകത്തിൽ 2 റേസ് ഞാൻ എപ്പോഴും പഠിപ്പിക്കാറുണ്ട്. ലോകത്തിനകത്ത് 2 റേസ് നടന്നിട്ടുണ്ട്. മനുഷ്യരെല്ലാം റേസിലാണ്. അവൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ദൈവമുണ്ട്, കൂടെ സഞ്ചരിക്കുന്ന മരണമുണ്ട്. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. പലപ്പോഴും മരണത്തെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ പോകുന്നതുകൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ചില സമയങ്ങളിൽ മരണം നമ്മളെ കീഴടക്കാൻ നമ്മുടെ പിന്നാലെയുണ്ട്. നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് നമ്മുടെ ലൈഫല്ല, ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ അടുക്കലുള്ളത് കൊണ്ടാണ്. എന്നോ ഒരിക്കൽ യേശു കർത്താവെ അങ്ങേക്ക് മഹത്വമെന്നോ ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തെ അപ്രൂവ് ചെയ്തത് കൊണ്ടാണ് ഇന്നും ചിലപ്പോൾ മരണത്തെ ഓവർടേക്ക് ചെയ്ത്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിക്കുന്നത്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, ബാഷാൻ കുറ്റന്മാർ എന്നെ വളഞ്ഞു, ഞാൻ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ എഴുതിയ വേർഡാണത്. മരണത്തിൻ്റെ നിഴലിൽ തൻ്റെ ജീവിതത്തിൽ വന്നാൽ ആ റേസിൽ നിന്ന് താൻ മുമ്പോട്ട് പോവുകയാണ്. ആ ഒരു മത്സരമാണ്. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും മരണം എന്ന് പറയുന്ന ഒരു റേസാണ്. എപ്പോൾ വേണമെങ്കിൽ, ഏത് നിമിഷത്തിൽ, ഏത് സാഹചര്യത്തിൽ, എപ്പോൾ, ഏത് നിമിഷം അവൻ അറ്റാക്ക് ചെയ്യാം. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞ മരണം അതല്ല. ദൈവത്തിൽ നിന്നുള്ള അടർന്നു പോകലാണ് മരണം. ജഡത്തിലുള്ളതിനെ നിദ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജഡത്തിൽ നിന്ന് വിട്ടുപോകുന്ന നിദ്രയെന്ന്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഈ നാളിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നു. പണ്ട് യമിക്കപ്പൂർ എന്ന് പറയുന്ന ഒരു ഹീബ്രു വേർഡുണ്ട്. എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ ഒരു ആട്ടിൻകുട്ടിയുടെ അല്ലെങ്കിൽ കോലാട്ടിൻകുട്ടിയുടെ ബ്ലഡ് തൻ്റെ കയ്യിലെടുത്തു കൊണ്ടുവന്ന് കൃപാസനം അല്ലെങ്കിൽ ദ മേഴ്സി സീറ്റ്, ദ കവനൻ്റ് ഓഫ് ആർക്ക്, അതിൻ്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന പെട്ടകത്തിൻ്റെ മുകളിലിരിക്കുന്ന 2 കെരൂബുകളാൽ മറയ്ക്കപ്പെട്ട ഒരു സിംഹാസനത്തെ താൻ രക്തം കൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. ആ രക്തം താൻ തളിക്കുകയാണ്. നമുക്കറിയാം ആ രംഗം, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനകത്ത് 2 തരത്തിൽ അതിനകത്ത് മരണമുണ്ട്. ഞാൻ ഈ കവനൻ്റ് ഓഫ് ആർക്കിനെ കുറിച്ച് പറയാം. ഇതിനകത്തിരിക്കുന്നത് അഹരോൻ്റെ തളിർത്ത വടി, 2 സെറ്റ് കൽപ്പലകൾ. അതിൽ ഒന്നിനെ എഴുതിയിരിക്കുന്നത് ഒന്നിനെ എഴുതിയിരിക്കുന്നത് തുറക്കകത്ത് എഴുതിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് കണ്ടമിനേഷൻ എന്നാണ്. ഒന്ന് മിനിസ്ട്രി ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ശുശ്രൂഷ, ന്യായവിധിയുടെ ശുശ്രൂഷ. മോശയുടെ കയ്യിലിരിക്കുന്ന സഫയർ സ്റ്റോൺ അല്ലെങ്കിൽ മാർബിൾ കല്ലിൽ അല്ലെങ്കിൽ വൈഡൂര്യ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു അത് വൈഡൂര്യ കല്ല കേട്ടോ, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഓരോ തീ നിറമുള്ള വേർഡുകൾക്കും അകത്ത് മരണം ഒളിച്ചിരിപ്പുണ്ട്. മരണം ഞാൻ വേദപുസ്തകത്തിനകത്ത് പഠിച്ചതും നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഈ നിമിഷം നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റും. അത് യേശുക്രിസ്തു നിമിത്തം പറ്റത്തുള്ളൂ. 2 കമാൻഡ്മെൻറ്റ്സും ഒരു
ഒരു അക്കരവൻ്റെ ബദാമിൻ്റെ തളിർത്ത വടിയുമാണ് അതിനകത്തിരിക്കുന്നത്. ഒന്ന് മിനിസ്ട്രി ഓഫ് ഡെത്ത്, രണ്ട് മിനിസ്ട്രി ഓഫ് കണ്ടമിനേഷൻ. ഈ രണ്ടും അവിടെ ഇരുന്നിട്ട് അതിനെ മൂടിയ ഒരു സീറ്റുണ്ട്. അതിൻ്റെ പേരാണ് മേഴ്സി സീറ്റ്, അല്ലെങ്കിൽ കൃപാസനം. കൃപ കൊണ്ട് പൊതിഞ്ഞ ഒരു തങ്കം കൊണ്ട് പൊതിഞ്ഞ ഒരു കെരൂബുകൾ വസിക്കുന്ന ഒരു സിംഹാസനത്തെ മറയ്ക്കുന്ന ഒരു രൂപം മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ മേഴ്സി സീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് മരണം ഒളിച്ചിരിക്കുമ്പോൾ മുകളിൽ മേഴ്സി സീറ്റ് ഇട്ടിട്ട് പാപം ചെയ്തവൻ കണ്ടാൽ ആ മേഴ്സി സീറ്റ് തുറന്നാൽ അവനെ മരിക്കും. അതുകൊണ്ടാണ് ഉസ്സ മരിച്ചു പോയത്. തെറ്റ് ചെയ്ത മനുഷ്യർ അല്ലെങ്കിൽ കുറവുള്ള മനുഷ്യർ അതിലേക്ക് നോക്കിയാൽ അവൻ വീഴുന്നു ഉടഞ്ഞു പോകും. പക്ഷെ മുകളിലിരിക്കുന്ന മേഴ്സി സീറ്റിലിരിക്കുന്ന രണ്ട് കെരൂബുകളാൽ മറച്ചിരിക്കുന്ന സിംഹാസനം അവരെ നോക്കിക്കൊണ്ട് അവരെ ന്യായം വിധിക്കാതെ അവരെ രക്ഷിക്കുകയാണ്. കാരണം അതിനകത്ത് നിന്ന് വരേണ്ട ശബ്ദം ജഡ്ജിമെൻ്റ് ശബ്ദമല്ല, ഡെത്തിൻ്റെ ശബ്ദമല്ല, ഈ മേഴ്സിയുടെ ശബ്ദമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. അപ്പോൾ അവിടെ സംഭവിച്ച ഒരു സംഭവം, ഒരു സീറ്റിൻ്റെ പുറത്തിരുത്തി അന്നും മറഞ്ഞിരിക്കുന്ന സിംഹാസനത്തിൻ്റെ മുകളിലാണ് ഇന്ന് ക്രിസ്തുവിനോട് ഒന്നിച്ച് നീയിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെ ഉറവിടമായ ലൈഫ് ഇരിക്കുന്ന സ്ഥലം. പുരോഹിതൻ മുഖം മറച്ചുകൊണ്ട് കാണാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് പുകമറ കൊണ്ട് അതിനകത്ത് നിന്ന് രക്തം തളിച്ച സ്ഥലം, യമ്മി കപൂർ ചെയ്ത സ്ഥലം, നീരാജനം ചെയ്ത സ്ഥലം. ഈ സ്ഥലത്തെ നോക്കിയിട്ട് പുതിയ നിയമത്തിൽ അക്ഷരത്തിൻ്റെ ശുശ്രൂഷ നമ്മളെ കൊല്ലുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ തുറന്നെഴുതുകയാണ്. ഞാൻ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളിരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളെ ദൈവം ഇരുത്തിയിരിക്കുന്ന പൊസിഷൻ, വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്ന പൊസിഷൻ ഉയർപ്പിച്ച് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യുന്നതനത്തെ വരും കാലത്തിൽ കാണിക്കേണ്ടതിന്. അടുത്ത വാക്യം എഫെസ്യർ 2:7 ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർപ്പിച്ചെന്നാണ്. യു ആർ റൈസിംഗ് വിത്ത് ക്രൈസ്റ്റ്. ഓ ജീസസ്. ഞാനീ പറയുമ്പോൾ തന്നെ എൻ്റെ പൊസിഷൻ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു സീറ്റിലാണ്. സ്റ്റുഡിയോയ്ക്ക് അതൊരു സീറ്റ് ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുക. ഇതേ സീറ്റിലിരുന്ന് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിന്നുകൊണ്ട് സംസാരിക്കാം, ഇരുന്നു കൊണ്ട് സംസാരിക്കും. പക്ഷേ ഇരുന്നു കൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ രാജാവിനെ കാണിക്കുകയാണ്, അധികാരത്തെ കാണിക്കുകയാണ്. ഒരു രാജാവിൻ്റെ അധികാരം, രാജകൊട്ടാരത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ സിംഹാസനമാണ്. അദ്ദേഹം അവിടെ വന്ന് ഇരിക്കും വരെ സിംഹാസനത്തിന് വാല്യൂ ഇല്ല, പേര് മാത്രമേ ഉള്ളൂ. ഇരിക്കുന്ന ആളുടെ പവറാണ് അതിനകത്ത് വില വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ ദൈവം വ്യക്തമായി തിരുവെഴുത്തി പറയുന്നു, നിങ്ങളെ ഉയർപ്പിച്ച്. അപ്പോൾ ഉയർപ്പിക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തോടു കൂടെയാണോ, വേറെ ശരീരത്തോടു കൂടെയാണോ, അല്ലാതെ വേറെ ശരീരത്തിലൂടെയാണോ ഒക്കെ എന്ന് നമ്മൾ ചോദ്യം, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ വരും. നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെയാണെങ്കിൽ നമ്മൾ എങ്ങനെ മരിച്ചോ ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുക്രിസ്തുവിന് വന്ന ബോഡിയുടെ ട്രാൻസ്ഫോർമേഷൻ നമുക്കുമുണ്ട്. നമ്മുടെ പ്രശ്നം എന്നറിയാമോ, നമ്മൾ ഈ ലോകത്തിലുള്ള മറ്റു പലരും പറയുന്നത് കേട്ട് ആത്മതലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. യേശുവിൻ്റെ ജീവനുള്ള ഒരാളെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും കൊല്ലുവാനായിട്ട് കഴിയത്തില്ല, നശിപ്പിക്കാൻ കഴിയത്തില്ല. എത്രയോ പ്രതികൂലങ്ങൾ ദൈവമക്കളായ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ ഒക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നിന് നിങ്ങളെ തകർത്ത് കളയാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് യു ആർ ദ പ്രഷ്യസ് ലൈഫിനെ കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങൾ ആ ലൈഫും കൊണ്ടിരിക്കുന്ന സ്പേസ് വളരെ വാല്യുബിളായിട്ടൊരു സ്പേസാണ്. നിങ്ങളിരിക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, അത് വാല്യുബിളായിട്ടൊരു സ്പേസാണ്. ആ സ്പേസിനെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ല.
ഞാൻ പറയട്ടെ, എം ഇ കപൂർ അദ്ദേഹം മഹാപുരോഹിതൻ വന്ന് ഈ കവനൻ്റ് ഓഫ് ആർക്കിനടിയിൽ, മരണമൊളിച്ചിരിക്കുന്ന ആർക്കിനടിയിൽ അകത്ത് ആ പെട്ടകം യഥാർത്ഥത്തിൽ ഒരു ബറീഡ് പ്ലേസാണ്. യേശുക്രിസ്തുവാണ് ആ പെട്ടകം. യേശുക്രിസ്തുവാണ് ആ പെട്ടകമെങ്കിൽ ആ യേശുക്രിസ്തുവിനകത്ത് ഡെത്ത്, ആ മിനിസ്ട്രി ഓഫ് ഡെത്ത് അകത്ത് ആയിപ്പോയി. യേശുക്രിസ്തുവിനകത്ത് മിനിസ്ട്രി ഓഫ് കണ്ടമിനേഷനും അകത്തായിപ്പോയി. അതുകൊണ്ടല്ലേ ബൈബിളിൽ പറയുന്നത് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ന്യായവിധിയില്ല, ക്രിസ്തുവേശുവിലുള്ളവർക്ക് മരണമില്ല. മരണത്തിൻ്റെ ശുശ്രൂഷ, ന്യായവിധിയുടെ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ ഉള്ളിലായി. യേശു നമ്മളെ കാണുന്നത് ആ കണ്ണിലല്ല. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു നിക്കോദിമോസ് വന്നു. നിക്കോദിമോസ് വളരെ ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. മറ്റുള്ളവർ ചോദിക്കാത്തൊരു ചോദ്യം യേശുക്രിസ്തുവിനോട് ചോദിച്ചു. നീ ന്യായം പറയുന്നവനാണെന്നും നല്ലവനാണെന്നും ദൈവം മഹത്വമുള്ളവനാണെന്നൊക്കെ താൻ പറഞ്ഞിട്ട് താൻ പറഞ്ഞു, കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. താൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ സംസാരിക്കുന്നു, വ്യക്തമായി സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, നീ ആത്മാവിൽ ജനിക്കണം, വെള്ളത്തിൽ ജനിക്കണം. അങ്ങനെയാണോ? ആദ്യം വെള്ളത്തിൽ ജനിക്കണം. വെള്ളത്തിൽ ജനിക്കാൻ ഒരു കായലിൻ്റെ കരയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ തൊട്ടിക്കകത്ത്, വലിയൊരു സിമൻറ്റ് തൊട്ടിക്കകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് പിടിച്ചങ്ങ് മുക്കിയ അയാൾ വെള്ളത്തിൽ ജനിച്ചു. പക്ഷേ ആത്മാവിൽ ജനിക്കുന്നത് പാസ്റ്റർമാരുടെയോ ഡീക്കന്മാരുടെയോ സഭാപിതാക്കന്മാരുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ഫ്രം ദ ഗാഡ്. നിങ്ങൾ ആത്മാവിൽ ജനിക്കുന്നു അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ, ആത്മാവിൽ ജനിച്ചു കഴിഞ്ഞവൻ്റെ കാഴ്ച വേറെ കാഴ്ചയായിരിക്കും. യേശുക്രിസ്തു ഒരു കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞു, നീ എന്ത് കാണുന്നു? ഞാൻ മരത്തെ കാണുന്നെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, മനുഷ്യനെ മരമായിട്ട് കാണുന്നു. ഇന്നത്തെ പല വിശ്വാസ സമൂഹത്തിലും മനുഷ്യരെ മരമായിട്ട് കാണുന്നവരാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ യേശുക്രിസ്തുവിനെ അറിയുന്നു. കുറച്ച് കാര്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ മിശിഹായെ അറിയുന്നു, നസ്രനായ യേശുവിനെ. എല്ലാ പ്രസംഗത്തിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞു തീർന്ന് കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ പോലും ജഡത്തിൽ അറിയുന്നില്ലെന്ന്. എന്ത് പറ്റി പുള്ളിക്ക്? നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ തൻ്റെ വേർഡ്സ്? ഞാൻ ഈയിടയ്ക്ക് മോങ്ക്സ് ആൻഡ് മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞൊരു വലിയ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക. അത് ജീവിതം യേശുവിന് വേണ്ടി ത്യജിച്ചവർ. നമ്മൾ ആകപ്പാടെ ജീവിതം ത്യജിക്കുന്നത് പള്ളിയിൽ പോയിരിക്കുമ്പോൾ ആ ഇരിക്കുന്ന 3 മണിക്കൂറോ 2 മണിക്കൂറോ ആണ്. യേശുക്രിസ്തുവിന് വേണ്ടി കൊടുക്കുന്ന ടൈം നമ്മൾ ത്യജിക്കുന്നതിന് കണക്ക് നോക്കിയിരിക്കുന്നവരാണ് നമ്മൾ. നമ്മളെന്ത് ത്യജിക്കുകയാണ്? നമ്മുടെ ജീവിതത്തിൽ ത്യജിക്കാൻ ഒന്നുമില്ല. എന്നിട്ട് പറയും, യേശുവിൽ ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഇനിയൊന്നുമില്ല. കയ്യിൽ കാണിക്കുന്ന പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നല്ല മുള്ളുമുരുക്ക് വെച്ച് അടിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളെയൊന്നും അല്ല പറഞ്ഞത്. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരുത്തി എന്ന് പറഞ്ഞാൽ ആ മരണം വാഴ്ന്നിരിക്കുന്ന ആ പെട്ടിക്കകത്ത് മരണമാണ്. യേശുവിൻ്റെ ആ മരണത്തിൻ്റെ ശുശ്രൂഷ അകത്താക്കിയിട്ട് ക്രിസ്തു ആർക്കും കാണാൻ പറ്റാത്ത സിംഹാസനത്തിൽ, അതാണ് സത്യം. ആർക്കും കാണുവാൻ കഴിയാത്ത ഒരു സിംഹാസനത്തെ കെരൂബുകൾ മറയ്ക്കുകയാണ്. ആ കെരൂബിൻ്റെ അകത്തിരിക്കുന്ന സിംഹാസനം ആർക്കും കാണാത്ത എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം ഇരിക്കുന്ന പൊസിഷനെ ഹിഡനാക്കി വെച്ചിരിക്കുന്നു. ദൈവം നമുക്ക് റിവീൽ ചെയ്ത് തന്നിരിക്കുകയാണ്. നമ്മളെ ഇരിക്കുന്ന പൊസിഷൻ യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിലാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ സിംഹാസനത്തിൽ അദ്ദേഹം പറയാണ്, നീ എന്നോടുകൂടെ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മളവിടെ, ഈ സിംഹാസനം എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കസാരയൊന്നുമല്ല കേട്ടോ. അത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, 6 ചിറകും 4 തനിക്കിഷ്ടമുള്ളിടത്ത് പോകുന്ന ഒരു സിംഹാസനത്തെക്കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് വിവരിച്ചാൽ ഈ ലൈവ് പറ്റത്തില്ല. അപ്പോൾ സിംഹാസനത്തിനകത്ത് ഇവിടെ ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്ന കസാരയിൽ നിങ്ങൾ നാളെ ഇരുന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ സീറ്റ് ഇരുത്തിയ ആൾ നിങ്ങൾക്ക് പവർ തന്നിരിക്കുകയാണെന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ വിധിക്കാൻ,
നിങ്ങളുടെ ജീവിതത്തിലെ മല്ലനായ ഗോലിയാത്തായ പ്രതിസന്ധികളെ വിധിക്കാൻ, രോഗത്തെ വിധിക്കാൻ. ഈ ബൈബിളിലൊരു വാക്യമുണ്ട് സങ്കീർത്തനത്തിൽ, യേശു ക്രിസ്തു, ഞാൻ ഈ പറയുന്ന മോഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ കർത്താവ് നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തട്ടെ. പഴയ നിയമ സങ്കീർത്തനത്തിനകത്തൊരു വേർഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ പലപ്പോഴും വായിക്കാറുണ്ട്. നിൻ്റെ ശത്രുക്കൾ കാണുക. ആരാ ശത്രു? ശത്രുക്കൾ കാണുക അവൻ വിരുന്നെടുക്കും. ആരാ ശത്രു? ഈ ഇരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണോ ശത്രു? അവരൊന്നുമല്ല ശത്രു. ശത്രു നിന്നെ ക്രിസ്തുവിൻ്റെ അകത്ത് നിന്ന് വരച്ച് കളയുവാൻ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും മാനസിക ദുഃഖങ്ങളും അഡിക്ഷൻസുമാണ്. ഫ്ലഷ്ലി നേച്ചേഴ്സാണ് നിൻ്റെ ശത്രു, അല്ലാതെ പൊണിയുടെ ടി വിയിലെ പരസ്യത്തിലെ ആളല്ല. അയ്യോ ബ്രദറെ അങ്ങനെയൊന്നും പറയരുത്. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്ററിനോട് പറയുന്നത്, പുള്ളി ഒരു ഏതെങ്കിലും രോഗത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പോയാൽ പ്രാർത്ഥിക്കത്തില്ല. കാരണം പുള്ളി പറയുന്നത് വെച്ചാൽ അത് തിരിച്ചടിക്കുമെന്ന്. ഇവിടെ തിരിച്ചടിക്കാത്ത ഒറ്റ സാധനമേ ഉള്ളൂ, എന്താ? റബ്ബർ ബാൻഡാണ് അത് തിരിച്ചടിക്കുക. യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇന്ന് ഹാനി വരുത്തുകയില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ മണ്ടൻ അത് വിശ്വസിക്കാതെ റബ്ബർ ബാൻഡും പിടിച്ചുകൊണ്ടിരിക്കുക, തിരിച്ചടിക്കുക. ഇങ്ങനെ കുറേ ഊളന്മാർ തിരുവെഴുത്തിനകത്ത് നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളിരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയാൽ നിങ്ങൾ പിന്നെ ആരെയും കുറ്റം പറയത്തില്ല, നിങ്ങൾ ആരെയും മോറൽ വാല്യൂ ചെയ്യത്തില്ല. എല്ലാവരെയും ക്രിസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കണ്ണിനെ പാകപ്പെടുത്തിയെടുക്കും. ക്രിസ്തു ഇരിക്കുന്ന സിംഹാസനം നിങ്ങൾ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്. ലിവിങ് ടുഗദർ, തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്നു. അവർക്ക് ഈ താലികെട്ടലും ഇല്ല, നൂല് കെട്ടലും ഇല്ല, ചങ്ങല കെട്ടലും ഇല്ല, ഒരു കെട്ടലും ഇല്ല. അകപ്പാടെ ഒരു കെട്ടലുള്ളത് അരയിലെ വല്ലതായിരിക്കും, അല്ലാതെ വേറൊരിടത്തും കെട്ട് കാണത്തില്ല. അങ്ങനെ ലിവിങ് ടുഗദർ, അവർക്ക് തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുക. യേശു കർത്താവ് പറഞ്ഞ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാനല്ല, ഇമ്മേഴ്സ്ഡായിട്ട് ജീവിക്കാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തോട്ട് അലിഞ്ഞു പോയ ഈ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിലൊക്കെ ചായ ഇടാറുണ്ട് വൈകിട്ട്? എന്തൊക്കെ ചായ ഇടുന്നത്? കഞ്ഞിവെള്ളം വെച്ചാണ് ചായ ഇടുന്നത്? അതോ ജീരകവെള്ളം വെച്ചാണ് ചായ ഇടുന്നത്? ആദ്യം പാലെടുത്തൊഴിക്കുക. ചായ ഇടാൻ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേർ, അഭിഷേകമുള്ള ആൾക്കാരുണ്ട്. ഒരിക്കൽ ഒരു ലൈവിൽ ഒരു അമ്മാമ്മ ചായ ഇടാത്തതുകൊണ്ട് അപ്പച്ചൻ ഗൂഗിൾ മീറ്റിലെ മൈക്ക് ഓഫ് ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെ ചീത്ത വിളിച്ചത് ഞാൻ കേട്ടു. ചപ്പാത്തി കുഴയ്ക്കാൻ പറഞ്ഞ മാവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ചീത്ത വിളിക്കുന്നത് കേട്ടു. ഇവരൊക്കെ അറിഞ്ഞിടത്തോണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഇതുണ്ടല്ലോ, ഈ ചായ ഇടാൻ സമയത്ത് പാൽ ആദ്യം ഒഴിക്കും, കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പാലൊഴിക്കും. ആളുടെ കണക്കനുസരിച്ച് പാലൊഴിച്ച് അതിനകത്ത് കുറച്ച് സാക്കറിൻ അല്ലെ പഞ്ചസാര ഇടുകയാണ്. അത് കഴിഞ്ഞ് തേയില ഇടുകയാണ്. ചിലർ തേയില ഇട്ടതിന് ശേഷം പഞ്ചസാര ഇടും. എങ്ങനെയാണ്? ചായ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഞാൻ പറയുകയാണ്, എനിക്ക് ഇങ്ങനെ വേണ്ട, ഇതിനെ പിരിച്ച് മൂന്നായിട്ട് തരണം. നടക്കും. ഈ ചായ എനിക്ക് പാല് വേറെ, തേയില വേറെ, വെള്ളം വേറെ, പഞ്ചസാര വേറെ പിരിച്ചു തരാൻ പറ്റുമോ? ഇമ്മേഴ്സ്ഡായിപ്പോയി. ഇമ്മേഴ്സ്ഡായ ഒന്നിനെ ഒരിക്കലും പിരിക്കാൻ പറ്റത്തില്ല. കടലിൽ മഴ പെയ്തതുപോലാണ്, ആ വെള്ളത്തെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇമ്മേഴ്സ്ഡായിപ്പോയി. നിങ്ങൾ യേശു ക്രിസ്തുവിൽ അലിഞ്ഞുപോയി. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ യേശുവിൻ്റെ പൊസിഷനിലാണ്. നിങ്ങൾ ഈ ഭൂമി ജീവിക്കുന്ന ഡെമോയാണ്. ഒറിജിനലി നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്പിരിറ്റിലാണ്. സ്പിരിറ്റിൽ ജീവിക്കുന്ന ഈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ വെള്ളസാരി ഉടുത്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ പാട്ട് വഴി അടക്കുന്ന സാധനമല്ല സ്പിരിറ്റ്. ഈ ഇടയ്ക്ക് ഒരു ബ്രദറിൻ്റെ അടുത്ത് കേട്ടോ പറഞ്ഞു, സ്പിരിറ്റ് ആത്മാവെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഓർമ്മ വരും വെള്ളസാരി ഉടുത്ത് രാത്രി വരുന്ന സാധനമാണ്. വെള്ളസാരി ഉടുത്ത് വരുന്നത് സ്പിരിറ്റ് അല്ല. അത് നമ്മുടെ നാട്ടിൽ വേറെ പറയുന്നത്. വെള്ളസാരി ഉടുത്തുകൊണ്ട് വരുന്നത് സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ലൈഫുമായിട്ട് അറ്റാച്ചഡാണ്. ദൈവത്തിൻ്റെ ജീവനാണ്. സകല മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവുണ്ട്. മരിക്കാത്ത ഒരാളെ കാണിച്ച
മരണത്തെ പേടിയില്ലാത്തൊരുത്തനെ കാണിച്ചു. ഈ മയക്ക് മരുന്നൊക്കെ അടിക്കുമ്പോൾ ബസ്സൊക്കെ പിടിച്ചു നിർത്താമെന്ന് അവർ തോന്നൽ വരും. ഉടനെ അവർ ചാടിച്ചെന്ന് പീടാ പറഞ്ഞ ബസ്സിൽ ചാടിച്ചെന്ന് പിടിക്കും. പിടിച്ചു കഴിഞ്ഞ ആളിനെ പിന്നെ നമ്മൾ കാണുന്ന ഫോട്ടോയിലാണ്. മനസ്സിലാവും? ഈ മയക്കുമരുന്നൊക്കെ അടിച്ച് കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഇവരിങ്ങനെ വേറെ ലോകത്ത് ഇവർ നേരെ ചെന്ന് പോകുമ്പോൾ ഒരു ബസ് പാഞ്ഞു വരുന്നു. ഇപ്പം ഞാൻ പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞു ഈ ട്രെയിനിൻ്റെ മുമ്പേ വീമ്പളക്കുന്ന തവളയുടെ സ്ഥിതിയായിപ്പോവും. ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയാമോ? ചിലർ ഈ തിരുവെഴുത്തുകളെ എടുത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവ എന്ത് ഊളയാടാ പറയുന്നതൊക്കെ ചോദിക്കും. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ശത്രുവും പിശാച് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ചിലർക്ക് വെറി. ഞാൻ പറയട്ടെ, ഇതൊന്നും നിങ്ങളെ ഒന്നും ബാധിക്കത്തില്ല. കാരണം യു ആർ സീറ്റഡ് ഇൻ ദ റോയൽ പ്ലേസസ്. നിങ്ങൾ ദൈവത്തിൻ്റെ ജീവനിൽ, അതുകൊണ്ടാണ് ബൈബിളിൽ ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. ദൈവത്തിൻ്റെ ജീവനാണ് നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന. പ്രതിസന്ധികൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ഒറ്റപ്പെടലുകൾ വരട്ടെ, നശിപ്പിക്കുന്ന ചുറ്റി നടക്കുന്ന പോരുകൾ വരട്ടെ, ആകാശത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന പോര് വരട്ടെ, വാഴയുടെ മണ്ടയിൽ കൂടെ അപ്പുറത്തുപ്പുറം ചാടുന്ന പോര് വരട്ടെ, എല്ലാം വരട്ടെ. പക്ഷേ അകത്തിരിക്കുന്ന ലൈഫിനെ കുറിച്ച് അങ്ങനെ ഇനി ഏതെങ്കിലും ദൈവദാസൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന അവൻ്റെ തലക്കിട്ടൊന്ന് കൊടുക്കണം. കാരണം എന്നറിയാവോ, തിരുവെഴുത്തിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. എന്നോടൊരിക്കൽ ഈയിടയ്ക്ക് മെസ്സഞ്ചറിൽ എൻ്റെ മെസ്സേജ് കേട്ടിട്ട്, എനിക്ക് മെസ്സഞ്ചറും പുണ്ണാക്കൊന്നുമില്ല കേട്ടോ, അതിനകത്ത് ഒരു ആൾ വന്നിട്ട് പറയുക, എഴുതിയിടുകയാണ്, എൻ്റെ ഫേസ്ബുക്കിൻ്റെ മെസ്സേജ് ഇടുന്നതിനകത്ത് കൺവെർസേഷനകത്ത് എഴുതിയിടുകയാണ്, ഭൂതവും പ്രേതവും ഇല്ലെന്ന് നിനക്കാര് പറഞ്ഞു തന്നു? ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ണാടി നോക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങൾ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായി കാണാം. പുള്ളി അങ്ങ് അരിശം മൂത്തും അങ്ങോട്ട് വായി തോന്നിയതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞിട്ട് ആ ഊളെ അടങ്ങിയിരിക്കുക. കാരണം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അയാൾ അങ്ങനത്തെ വാക്കുകളാണ് സംസാരിച്ചത്. ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ കാരണം എന്നറിയാമോ? അന്ന് പുരോഹിതന്മാർക്ക് മറച്ചത്, അന്ന് യഹൂദന്മാർക്ക് മറച്ചത്, അന്നൊരു വലിയൊരു വെയിൽ അല്ലെങ്കിൽ ഒരു വലിയ കർട്ടൻ്റെ പിറകിൽ മറച്ചു വെച്ചിരുന്നത് ദൈവം ഇന്ന് നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുകയാണ്. മരണം അല്ല നിങ്ങൾക്ക് തന്നത്, അത് ചുമക്കാനുള്ള ഭാഗ്യമല്ല തന്നത്, ആ സീറ്റിൽ ഇരിക്കാനുള്ള ഭാഗ്യമാണ്. ഈ പ്രപഞ്ചത്തിലെ മരണത്തെ വാഴുന്നൊരു സിംഹാസനമാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും വാഴുന്ന സിംഹാസനമാണ്. ഈ ഒരു തിങ്കിങ് ഉള്ളൊരു മനുഷ്യരാണ് മോങ്സ്, പഴയകാല സെയിൻസ്. ഞാൻ വ്യക്തമായി പറയുന്നു, പഴയ കാലത്തെ വീരപുരുഷന്മാരായി യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാർ കഴിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരുപാട് പേരിൽ പലരും ഈ ഒരു റവലേഷൻ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് ജീവിച്ചിരുന്ന സുന്ദർ സിംഗ് ഉൾപ്പെടെ, മോങ്സായ സുന്ദർ സിംഗ് ഉൾപ്പെടെ ഈ ഒരു റവലേഷനിൽ ജീവിച്ച. അതുകൊണ്ടാണ് തൻ്റെ ചുറ്റിലും കാട്ടുമൃഗങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഞാൻ സുന്ദർ സിംഗിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ വായിച്ചു. അദ്ദേഹം ഒരിക്കലും ഒരു ടിബറ്റൻ ഏരിയയിൽ സുവിശേഷീകരണം, നമ്മളെപ്പോലെ പരസ്യം നടത്താനൊന്നും പോയതല്ല കേട്ടോ. പുള്ളി ട്രാക്റ്റ് കൊടുക്കാനും പോയതല്ല. പുള്ളി അവിടെ ചുമ്മാതെ നടന്നു പോയി ഏതോ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സുവിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ, ജീസസ് ഈസ് എക്സിസ്റ്റിംഗ്. യേശുക്രിസ്തു നിലനിൽക്കുന്നു, മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവരുടെ മതഭേദങ്ങളെ മുഴച്ചു കളയുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇദ്ദേഹത്തെ ഓട്ടിച്ചു വിട്ടു. ഇവരാരും വക വെച്ചില്ല, ഓട്ടിച്ചു വിട്ടു. ഒരുപാട് സംഭവങ്ങളുണ്ടായാലൊരു അത്ഭുതം ഞാൻ പറയാം. അദ്ദേഹം അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രാത്രി വിശ്രമിക്കാൻ ചെന്നു. നിങ്ങൾക്കറിയാം, ഹിമാലയം പർവ്വതത്തിൻ്റെ അടുക്കൽ ടിബറ്റൻ ഏരിയകളിൽ തണുപ്പാണ്. ഒരു കമ്പിളി പോലും ഇല്ലാതെ അവിടെ കിടക്കാൻ പറ്റത്തില്ല. അദ്ദേഹം അവിടെ കിടന്നപ്പോൾ വളരെ തണുത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു കാട്ടിൽ നിന്നൊരു കരടി കയറി വന്നിട്ട് തൻ്റെ കെട്ടിപ്പിടിച്ച് കിടന്നു എന്നാണ് ചരിത്രം. രാവിലെ പ്രഭാതമായി ആൾക്കാരെല്ലാം നോക്കിയപ്പോൾ ഒരു കരടി ഒരു മനുഷ്യനും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്.
അതിരാവിലെയാണ് സംഭവം നടക്കുന്നത്. ഈ മനുഷ്യരെ കണ്ട ഉടനെ കരടി അവരെ നോക്കിയിട്ട് ആ വനപ്രദേശത്തിലേക്ക് കയറിപ്പോയി. ഒറ്റ കാര്യം പറയട്ടെ, ഒറ്റ സുവിശേഷം പറഞ്ഞില്ല, ആ ഏരിയയിലുള്ള മുഴുവൻ ആൾക്കാരെയും താൻ വിശ്വാസത നേടി. ഇവിടെ ആയിരക്കണക്കിന് പരസ്യയോഗം നടത്തിയിട്ട് സുവിശേഷീകരണം നടത്തിയിട്ടും പലരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയാൽ പിന്നെ അവനെ കൊണ്ട് ഊരു ചുറ്റി പ്രസംഗമാണ്. സൈൻസ് യേശുവിന് വേണ്ടി ജീവിതം ത്യജിച്ചവർ, യേശുവിന് വേണ്ടി പലതും വേണ്ടെന്ന് വെച്ചവർ, യേശുക്രിസ്തുവിൻ്റെ ഈ റവലേഷൻ, ഈ ഒരൊറ്റ റവലേഷൻ, ലൈഫ് ഇൻ റവലേഷൻ ഉള്ളിൽ വെച്ച് ജീവിച്ചവർ. സെയിൻസ്, ഞാൻ പറയട്ടെ, സെയിൻറ്റ് വിൻസെൻ്റ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ എപ്പോഴെങ്കിലും കാണപ്പെടുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കാണപ്പെടുന്നെങ്കിൽ, അദ്ദേഹത്തെ കാണുന്നത് ഒരു കൂട്ടം കാട്ടുമൃഗങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യനിരിക്കുന്നതായിരിക്കും. കാരണം അദ്ദേഹത്തിന് എപ്പോഴും കാട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തൻ്റെ ചുറ്റുമിരിക്കുന്ന ആന, സിംഹം, പാമ്പ്, ഇങ്ങനെയുള്ള എല്ലാ കുറുക്കൻ, ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും തൻ്റെ അടുക്കൽ വന്നിരുന്ന് താനും തൻ്റെ അടുക്കൽ ഒരു കംഫോർട്ട്നെസ്സിന് വേണ്ടി തൻ്റെ അടുക്കൽ വന്നിരിക്കുക, ആക്രമിക്കാനല്ല, തൻ്റെ അരികിൽ വന്നിരിക്കാറുണ്ട്. കാരണം ഹീ ഹോൾഡ് ദ ലൈഫ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ജീവൻ അകത്ത് വ്യാപരിക്കുകയും ദൈവത്തിൻ്റെ ജീവൻ അകത്ത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അതിശക്തമായ ഒരു മനുഷ്യരായിരുന്നു അവർ. എവിടെ നിന്ന് കിട്ടി ഈ ശക്തി? തങ്ങളുടെ തിങ്കിങ് ക്രിസ്തുവിനെ പോലെയായി, തങ്ങളുടെ കണ്ണ് ക്രിസ്തുവിനെ പോലെയായി, തങ്ങളുടെ വാക്കുകൾ ക്രിസ്തുവിനെ പോലെയായി, തങ്ങളുടെ ചിന്താഗതികൾ യേശു ക്രിസ്തുവിനെ പോലെയായി, തങ്ങളുടെ നടപ്പ് ക്രിസ്തുവിനെ പോലെയായി. താൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ ഇനി ജഡത്തിലുള്ള ക്രിസ്തുവിനെ അറിയുന്നില്ല, ഞാൻ ജഡത്തിലുള്ള യേശുവിനെ അറിയുന്നില്ല, ഞാൻ അറിയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ കണ്ണാണിപ്പോൾ എനിക്ക്, ക്രിസ്തുവിൻ്റെ ചിന്തയാണ് എനിക്ക്, ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് എനിക്ക്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ ഞാൻ ക്രിസ്തു കാണുന്നത് പോലെ അതിനെ കാണും. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വന്നാൽ ഞാൻ യേശു ക്രിസ്തു കാണും പോലെ അതിനെ കാണും. ക്രിസ്തുവിൻ്റെ മുഖഭാവം ഞങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, ക്രിസ്തുവിൻ്റെ ചിന്താഗതികൾ ഉണ്ടായിരിക്കട്ടെ, ക്രിസ്തുവിൻ്റെ ആ ഹൃദയം, ആ ഐഡൻറ്റിറ്റി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയ ലൈഫ്, നിങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന മലനെയല്ല നോക്കേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗത്തെയല്ല നോക്കേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെയോ പ്രതികൂലങ്ങളെയോ ഡിസ്റ്റർബൻസിനെയല്ല നോക്കേണ്ടത്. നിങ്ങളിരിക്കുന്ന പൊസിഷൻ, നിങ്ങളിരിക്കുന്ന സീറ്റ് ആരുടെ സീറ്റാണെന്നും ആ സീറ്റിൽ ആരോടുകൂടെയാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്തിക്കുകയാണ്, കാരണം 32 മിനിറ്റായി. ദയവേത് നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ആത്മാവിൽ ജീവിക്കാൻ പഠിക്കണം. ഇന്നത്തെ ക്രിസ്തീയ ലോകം മൊത്തം യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് പേരിൽ മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് പേരിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുമ്പിൽ ഒരു സൗഖ്യം നടന്നാൽ ഉടനെ നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കണ്ണ് ചലിക്കും. നോ, യേശു ക്രിസ്തുവിൽ വെയിറ്റ് ചെയ്യുക. ഒരു സമൂഹത്തിന് ദൈവത്തിന് ആവശ്യമുണ്ട്, ഒരു വ്യക്തികളെ ആവശ്യമുണ്ട്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന മതഭക്തന്മാരെ ദൈവത്തിന് ആവശ്യമില്ല. കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൻ്റെ സീറ്റിലിരുന്ന് കർത്താവിനെ പോലെ ചിന്തിക്കുന്ന, യേശു ക്രിസ്തു ഇതാ വരുന്നു എന്ന് പറയുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, നോക്കുമ്പോൾ യേശു ക്രിസ്തു ഇതാ നടന്നു വരുന്നു എന്ന് പറയുന്ന നിലവാരത്തിൽ കുറച്ച് വ്യക്തികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതിലൊരാളാകാൻ ഞാനും പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. നിങ്ങളെയും ദൈവം കോൾ ചെയ്തിരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ പ്രതികൂലങ്ങൾ നോക്കി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളുടെ മുമ്പിലുള്ള യേശു ക്രിസ്തു എന്ന വലിയ അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണ് നോക്കി നീ അവനെപ്പോലെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ലൈവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഈ സമയം ദൈവത്തിൽ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് തരാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നുള്ള നിമിഷങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ തകർച്ചകൾ മാറട്ടെ, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളിതിന് അടിയിലേക്ക് മെസ്സേജ് ഇടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ ഒന്ന് എഴുന്നേറ്റ് വരാൻ, നിങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ദൈവം എന്നെ അഭിഷിക്തനാക്കിയിരിക്കുക എന്ന് ദൈവത്തെ സ്തുതിക്കുന്നു.
കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, നിങ്ങളുടെ തലമുറകളെ സൂക്ഷിക്കട്ടെ, പ്രതികൂലങ്ങളിൽ നിങ്ങളെ വിടുവിക്കട്ടെ. സകല മഹത്വവും യേശു ക്രിസ്തുവിൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ സകല സമ്പാദ്യങ്ങളോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. അമ്മേൻ, അമ്മേൻ, അമ്മേൻ.